ചോദിക്കുന്നെ. ഇന്നലെ രാത്രി നീ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയല്ലോ. അപ്പൊ ഞാനൊന്നും പറയാതിരുന്നതേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കട്ടെ എന്ന് കരുതിയിട്ടാ. പക്ഷേ നീ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞേക്ക്, എന്നെ എന്റെ അമ്മയെ എതിർത്തിട്ട് അവളും അവളുടെ അമ്മയും ഒരു നാട്ടിലും ജീവിക്കില്ല. ഗാഥ ശ്രീനിവാസന്റെ മമ്മിയെ നിനക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാ. കവലയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പൂവാല പിള്ളേരോട് നീ നടത്തുന്ന ശണ്ടയൊന്നും അല്ല ഇത്. ഈ നാട്ടിലെ വമ്പന്മാരോട് പൊരുത്തി ജയിച്ചവളാ എന്റെ മമ്മി സിത്താര ശ്രീനിവാസ്. കൃഷ്ണ, മോളിക്കുട്ടി, ഞാൻ പെട്ടെന്ന് വരാട്ടോ. ഇവിടെ കണി കാണലും മറ്റും കഴിഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാ ഞാൻ ഉടനെ ഇറങ്ങും. ഗാഥയോട് പറഞ്ഞേക്കൂ. ശരി, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ വന്നാ മതി. ആ ശരി ശരി. അവളല്ലേ എന്താടി പറഞ്ഞേ? അതിനീ കൃഷ്ണ വന്നിട്ട് അറിഞ്ഞാ മതി. നേരിട്ടങ്ങ് ചോദിച്ചോ. നല്ല കാര്യങ്ങൾ ചെയ്താ ഞാൻ ചീത്ത പറയില്ല നിർമ്മലേ. എന്നാ ഞങ്ങള് ചെയ്തോളാം. ആ പൈസ ഇങ്ങെടുത്തേ. മോളെ, ഈ പായസം കുടിച്ചേ. അമ്മേ, അമ്മയ്ക്ക് കൂടി കുറച്ച് പായസം എടുക്കട്ടെ. പായസം കുടിക്കേ. നവീന് ഞാൻ കൊണ്ടു കൊടുക്കട്ടെ അമ്മായി? അതൊന്നും വേണ്ട, അവരെല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ. ഞാനേ ഉദയേട്ടനെ ചെന്ന് വിളിച്ചിട്ട് വരാവേ. എന്തായാലും അച്ഛന് പായസം എടുത്തു കൊടുക്ക്. എന്തുകൊണ്ട് ഇന്നത്തെ വിഷു ഗംഭീരായ പോലെയാ. ഈ പായസത്തിന് രുചിയാ ഗംഭീര. പായസം എന്ന് പറഞ്ഞാൽ ഇതല്ലേ പായസം. ഭാഗ്യം, ഒരു വിഷു ദിവസമായിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളയാ, പക്ഷെ ആകെ കേക്കാത്തുമ്പാ. അയ്യോ, ഗാഥമോൾ എന്താ കുടിക്കാത്തെ? അത് തന്നെ, സത്യം പറഞ്ഞാ ഗാഥയല്ലേ കുടിക്കണ്ടേ? അതെന്താ അമ്മായി, ഗാഥ ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു അല്ലേ? മാത്രമല്ല ഗാഥ ഉണ്ടാക്കിയ കണി, ഗാഥ ഉണ്ടാക്കിയ പായസം, അപ്പൊ പിന്നെ ഗാഥ തന്നെ ഒന്ന് രുചിച്ചു നോക്കട്ടെ. എന്തു പറ്റി? അച്ഛനും മോളും ഒക്കെ വലിയ കുഴപ്പമില്ലല്ലോ. രാവിലെ ഇത്തവണത്തെ വിഷുഫലം നോക്കാം മുത്തശ്ശി. എല്ലാം ഒന്ന് തിരിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഒന്ന് പോ നവീനെ, നന്നാവാൻ നോക്കിയാലും സമ്മതിക്കില്ലെന്ന് വെച്ചാ എന്ത് ചെയ്യും? അയ്യോ എന്റെ ഗാഥമോളെ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഭക്തി ഇതൊക്കെ ഒരുക്കാനുള്ള സാമർഥ്യമൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഒരല്പ അസൂയ അമ്മായി കൊണ്ട് കേട്ടോ. അയ്യോ, ഞാൻ അസൂയെന്ന് പറഞ്ഞത് സന്തോഷത്തിലാണേ. അത് അമ്മായി എടുത്തു പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിലേ ആൾക്കാര് തെറ്റിദ്ധരിച്ചാലേ. മോള് കഴിക്കുന്നേ, മോള് മനസ്സ് നിറഞ്ഞ് കഴിക്കുന്നത് അമ്മായി ഒന്ന് കാണട്ടെ. കുടിക്കേ. അമ്മായി ഇത്ര നിർബന്ധിച്ചാല് ഞാൻ എങ്ങനെയാ കഴിക്കാതിരിക്കുന്നേ?
അമ്മായി കുടിക്കുന്നില്ലേ? ആ പിന്നെ ഇനിയല്ലേ ഞാൻ പായസം കുടിക്കേണ്ടത്. കുടിക്ക് കുടിക്ക് കുടിക്ക്, എല്ലാരും പായസം കുടിക്ക്. അയ്യോ അമ്മേ അമ്മേ എന്താ അമ്മേ എന്ത് പറ്റി? ഓ, ഇത്രയും മധുരമുള്ള പായസം ഒറ്റ വലിക്ക് കുടിച്ചല്ലേ ചിലപ്പോ തലക്ക് പിടിച്ചിട്ടുണ്ടോ? എന്ത് പറ്റി അമ്മേ? നിർമ്മലേ അമ്മേ നിർമ്മല എന്ത് പറ്റി? നിർമ്മലേ നിർമ്മല എന്ത് പറ്റി? നിർമ്മല എന്ത് പറ്റി? എന്താ അമ്മേ? എന്താ സുഖം. മേഘങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി 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 നടക്കുന്നത് പോലെ. മാണിക്കുഞ്ഞേ, അമ്മായി നോ. എന്താടി മോളെ? അയ്യോ, ഈ ജീവിതം എന്ന് പറഞ്ഞ എന്ത് സുഖാന്നറിയോ? നമ്മൾ സന്തോഷിക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സന്തോഷിക്കണം, അല്ലയോ ഉദേട്ടാ?